തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കനയ്യകുമാറിനെ ആക്രമിച്ച സംഭവത്തിൽ ഒരു പ്രതി അറസ്റ്റിൽ. അജയ് കുമാർ എന്നയാളാണ് അറസ്റ്റിലായത്. മറ്റു പ്രതികളെ പിടികൂടാൻ ശ്രമം തുടരുന്നതായി പോലീസ് അറിയിച്ചു. പ്രചാരണത്തിനിടെ മാലയിടാനെന്ന വ്യാജേന എത്തിയ അക്രമികൾ കനയ്യകുമാറിനെ മർദ്ദിക്കുകയായിരുന്നു. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം സമാധാനപരമായി നടന്ന് അത്യാവശ്യം വോട്ടുകൾ നേടിയെടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ പ്രവർത്തകർ തന്നെ വലിയ തിരക്കിലേക്ക് പോകുന്നു, തിക്കും തിരക്കും, അക്രമങ്ങൾ ഉണ്ടാകുന്നു, സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. ഈ കനയ്യകുമാറിന്റെ കാര്യത്തിലും അത് പക്ഷേ എതിർ പാർട്ടിയിലുള്ളവർ, എതിർചേരിയിലുള്ളവരായിരുന്നിരിക്കാം. ഇന്നിപ്പോൾ പിടികൂടിയിരിക്കുന്ന അക്രമിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? സ്മിത, ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ വേദികളിൽ പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ പതിവാണെങ്കിലും അത് കൈവിട്ടുകൊണ്ട് സ്ഥാനാർത്ഥിയെ നേരിട്ട് ആക്രമിക്കുന്ന തരത്തിലേക്ക് ഡൽഹിയിൽ തന്നെ സാഹചര്യം മാറി എന്നുള്ളതാണ് ഈ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. കഴിഞ്ഞയാഴ്ചയാണ് കനയ്യകുമാർ, അദ്ദേഹം നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ഒരു യോഗം കഴിഞ്ഞ് പ്രചരണത്തിനായി ഇറങ്ങുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് മാല ഇടാൻ എന്ന പേരിൽ ഒരു സംഘം എത്തുകയും ഒരാൾ മാലയിടുന്ന ഘട്ടത്തിൽ മറ്റ് രണ്ടുപേർ മഷി എറിയുകയും അദ്ദേഹത്തെ, മാലയിട്ടയാൾ തന്നെ അദ്ദേഹത്തെ മർദ്ദിക്കുകയുമായ സാഹചര്യം ഉണ്ടായത്. വലിയ പരിക്കേൽക്കാതെ മറ്റ് പ്രവർത്തകർ, ഒപ്പമുണ്ടായിരുന്ന പ്രവർത്തകർ ഇടപെട്ടതുകൊണ്ടാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. ഈ സംഭവത്തിന് ശേഷം ഈ പ്രതികൾ ഇവിടെ നിന്നും മാറിയിരുന്നു. തുടർന്ന് ഈ കനയ്യകുമാർ വാർത്താ സമ്മേളനം നടത്തുകയും തന്റെ എതിർ സ്ഥാനാർത്ഥി BJP സ്ഥാനാർത്ഥിയായ മനോജ് തിവാരിയാണ് ഇതിന് പിന്നിലെന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു. പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് അജയ് കുമാർ എന്ന ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാളൊരു തീവ്ര ദേശീയവാദിയാണ് എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ സംഭവം കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെ തന്നെ രണ്ട് പ്രതികൾ ചേർന്ന് വീഡിയോ, അവർ ചികിത്സ തേടുന്നതും തുടർന്ന് അവർ തന്നെ പുറത്തുവിട്ട ഒരു വീഡിയോയും പുറത്തു വന്നിരുന്നു. ഇതിൽ ഈ കനയ്യകുമാർ ദേശവിരുദ്ധമായി പ്രവർത്തിച്ചു എന്നും അതുകൊണ്ട് തന്നെ കനയ്യകുമാറിനെതിരെ തങ്ങൾ ഇത്തരത്തിലൊരു പ്രവൃത്തി നടത്തിയത് എന്നുമാണ് അവർ പറയുന്നത്. ഈ വീഡിയോ കൂടി അടിസ്ഥാനത്തിലാണ് പ്രതിയെ തിരിച്ചറിഞ്ഞ് അയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മറ്റു പ്രതികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു എന്നാണ് ഡൽഹി പോലീസ് അറിയിക്കുന്നത്. സ്മിത.